പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വന്ദനം. തത്വചിന്തയുടെ വർത്തമാനം എന്ന ഒരു ശീർഷകം കണ്ടപ്പോൾ രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാമെന്ന് എനിക്ക് തോന്നി. ഒന്ന്, തത്വചിന്തയെപ്പറ്റി എന്തെങ്കിലും 4 വർത്തമാനം പറഞ്ഞിട്ട് പോവുക. മറ്റൊന്ന്, വർത്തമാന കാലഘട്ടത്തിൽ എന്താണ് തത്വചിന്ത, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു. അങ്ങനെ 2 രീതിയിലും വ്യാഖ്യാനിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ ഇന്നത്തെ തത്വചിന്തയെപ്പറ്റി, വർത്തമാനകാല തത്വചിന്തയെപ്പറ്റി പറയുക എന്നത് അല്പം ശ്രമകരമായ, എന്ന് വെച്ചാൽ അത് വളരെ വാസ്റ്റായിട്ടുള്ള പല അടരുകളും പല പാരമ്പര്യങ്ങളുമൊക്കെ ലൂടൊക്കെ വികസിച്ച് വന്നിട്ടുള്ള ഒന്നാണ് 21-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമൊക്കെ. അതുകൊണ്ട് തന്നെ അവയെപ്പറ്റി അങ്ങനെ പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് അതിൽ ഏതെങ്കിലും കാലമാത്ര പ്രസക്തമായ ഒന്നോ രണ്ടോ സ്ട്രീമിനെ വെച്ച് സംസാരിക്കുക, അതെങ്ങനെ നമ്മുടെ കാലഘട്ടവുമായി സംവദിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരാലോചന നടത്തുക, അതൊക്കെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ തത്വചിന്തയുടെ വർത്തമാനകാലം, എല്ലാ കാലത്തും തത്വചിന്ത ആ കാലഘട്ടത്തോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. തത്വചിന്തയെപ്പറ്റി പൊതുവെ പറയാറുള്ളത് കാലാതീതവും, പ്ലേറ്റോ ഒരു ഡിഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ഫിലോസഫർ എന്ന് പറയുന്നത് സ്പെക്ടേറ്ററാണ്, എല്ലാ കാലത്തെയും എല്ലാ സത്യത്തെയും അറിയുന്നവനാണ്, കാലത്തിനപ്പുറം എന്നുള്ള ഒരു നിർവചനമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നോക്കിയാൽ പ്ലേറ്റോയുടെ കാലം മുതൽ തന്നെ കാലഘട്ടവുമായി റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ്, സംഘർഷത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ക്രിട്ടിക് എന്നുള്ള നിലയിലാണ് തത്വചിന്ത എപ്പോഴും വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കിയാൽ ഇന്ന് എന്താണ് ഏറ്റവും ബേണിംഗ് ആയിട്ടുള്ള ഇഷ്യൂ? മനുഷ്യ സിവിലൈസേഷൻ, ഹ്യൂമൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സമകാലിക കാലഘട്ടം നേരിടുന്ന ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അത് തത്വചിന്തയുടെ വിഷയം തന്നെയാണ്. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിനെ പറ്റി പറയുമ്പോൾ ഈ 2-3 തത്വചിന്തകളുടെ കാര്യം ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വരുന്നത്, ഹൈഡഗർ പറഞ്ഞത് ദ ക്വസ്റ്റ്യൻ ഓഫ് ബീയിങ് ഈസ് ദ ഹയസ്റ്റ് ക്വസ്റ്റ്യൻ ടു ബി അഡ്രസ്ഡ് ഇൻ അവർ ടൈംസ്. ഉണ്മയെപ്പറ്റിയുള്ള ചർച്ചയാണ് പരമപ്രധാനം. ആൽബർ കാമു പറഞ്ഞത് ആത്മഹത്യയാണ് ഫിലോസഫിയുടെ വലിയ പ്രശ്നം. അത് അർത്ഥശൂന്യതയുമായിട്ട്, നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ അർത്ഥശൂന്യതയുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഫെമിനിസ്റ്റ് ചിന്തകയായ ലൂസി ഇറിഗറെ പറഞ്ഞത് സെക്ഷുവൽ ഡിഫറൻസ്, അതായത് ലിംഗ വ്യത്യാസത്തെ അഭിമുഖീകരിക്കുക, അത് പ്രോബ്ലമൈസ് ചെയ്യുക എന്നുള്ളതാണ് തത്വചിന്ത ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. അപ്പം എനിക്ക് തോന്നുന്നത്, ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ പൂർവ്വ കാലഘട്ടം 25 വർഷം പിന്നിടുമ്പോൾ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന ഇഷ്യൂ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. അത് വിയോജിക്കാൻ പലർക്കും മറ്റേ അഭിപ്രായങ്ങളുണ്ടാവാം. അപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ അത് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തെയും സമകാലിക യാഥാർത്ഥ്യത്തെയും ഒക്കെ ഏറ്റവും രൂപപ്പെടുത്തുന്നതും സ്വാധീനിക്കുന്നതുമായ 2-3 ടെക്നോളജികൾ. അത് ഒന്ന് ഡിജിറ്റൽ ടെക്നോളജി, പിന്നെ സ്മാർട്ട് ഫോണ് നമ്മുടെ ജീവിതത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ഒന്ന് ഈ ജനറൽ ടെക്നോളജി തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തെ നെഗറ്റീവായോ പോസിറ്റീവായോ ഉഴുതുമറിക്കുന്നുണ്ട്, നമ്മളറിയാതെ തന്നെ. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ
എനിക്ക് തോന്നുന്നത് ഈ ഫിലോസഫിയുടെ വർത്തമാനം എന്നത് വലിയൊരു ക്യാൻവാസിൽ എടുക്കുന്നതിന് പകരം ഈ ഫിനമനോളജിയുടെയും അസ്തിത്വവാദത്തിൻ്റെയും, ഫിനമനോളജി പ്രതിഭാസ വിജ്ഞാനീയം എന്ന് മലയാളത്തിൽ പറയുന്ന ഫിലോസഫിയുടെ പാരമ്പര്യവും അസ്തിത്വവാദവും, ഇത് രണ്ടിൻ്റെയും പെർസ്പെക്റ്റീവിലൂടെ ഈ ടെക്നോളജി, വിശിഷ്യ സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും എങ്ങനെ നമ്മളറിയാതെ തന്നെ ഇന്നത്തെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. അത് ചിലരൊക്കെ പറയാറുള്ളത് ഇത് വലിയ പോസിറ്റീവായ വലിയൊരു യുഗത്തിലേക്ക് നമ്മൾ, വാർത്താമാധ്യമങ്ങളുടെ അത് തന്നെയല്ല, എല്ലാവരിലേക്കും ജനാധിപത്യം എത്തിക്കുന്ന, എല്ലാവർക്കും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പറ്റുന്ന വലിയൊരു സ്പേസ് തുറന്നിടുകയാണ് ഈ സോഷ്യൽ മീഡിയയും മറ്റും ചെയ്തിട്ടുള്ളത് എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അതുപോലെ പിന്നെ ടെക്നോളജി വഴി മനുഷ്യർ ഈ പോസ്റ്റ് ഹ്യൂമനിസം എന്നൊരു സങ്കല്പനം ഒരു തരം അതിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ ഈ ടെക്നോളജി ഈ മനുഷ്യനുമായി ചേർന്ന് കൂടിക്കലർന്ന്, മനുഷ്യ ശരീരവുമായി കൂടിക്കലർന്ന് അതീതമായ സാധ്യതകളിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നു എന്ന എന്ന് വാദിക്കുന്നവരുണ്ട്. സൈബോർഗുകളുടെ ലോകം, ഇനി അതിമാനുഷ്യൻ്റെ കാലഘട്ടമാണ് ഇനിയുള്ള കാലം എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. പക്ഷേ ഫിനോമെനോളജിയുടെയും എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെയും ഒക്കെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇത് നോക്കുമ്പോൾ അത്ര പ്രതീക്ഷാപരമായ ഒരു ഇത് പിന്നെ അംഗീകാരം ഈ ഡെവലപ്മെൻറ്റിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇച്ചിരി വിശദമായിട്ട് പറയാം. അതിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മധുവിന് 2 വാക്ക് അദ്ദേഹം എങ്ങനെയാണ് ഇത് പ്രോബ്ലമൈസിറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടി. താങ്ക് യു എബി. എബി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ യോജിക്കുന്ന കാര്യങ്ങളാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ ഈ തത്വചിന്തയുടെ വർത്തമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 സെൻസ് എബി പറഞ്ഞു. ഒന്ന്, നമ്മുടെ ഒരു കണ്ടംപറേനിറ്റി എന്താണ് തത്വചിന്തയുടെ, ഈ കാലത്ത് തത്വചിന്തയ്ക്ക് എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വരിക. വർത്തമാനം എന്ന് പറയുന്നതിന് പ്രസൻറ്റ് എന്നുള്ള അർത്ഥത്തിലെടുക്കും. മറ്റൊന്ന് വർത്തമാനം എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയലാണ്, തത്വചിന്തയെപ്പറ്റി വർത്തമാനം പറയുക എന്നുള്ള അർത്ഥമുണ്ട്. അതിലെന്തായാലും ഈ സത്യത്തിൽ തത്വചിന്തയെപ്പറ്റി വർത്തമാനം പറയാൻ പറ്റുന്നൊരു വേദിയായിരിക്കും ഇത്. കാരണം വളരെ കുറച്ച് പേരേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് വേണമെങ്കിൽ വർത്തമാനം പറയാം. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രസൻറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. കണ്ടംപറേനിറ്റി എന്നുള്ളത് അവിടെ എനിക്കൊരു കൂട്ടിച്ചേർക്കുള്ളത്, ഈ തത്വചിന്ത ഈ വർത്തമാനം എന്ന് പറയുന്ന ഒരു ആശയം അത്ര പ്രധാനമാണോ എന്നുള്ളൊരു ചോദ്യമാണ്. വർത്തമാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, കാലികമാവുക അല്ലേ, സമകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിക്കുന്ന ഒരു പ്രസൻറ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് വർത്തമാനം എന്ന് പറയുന്നത്. തത്വചിന്തയ്ക്ക് ആ അർത്ഥത്തിലൊരു വർത്തമാനം എന്ന് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് എബി തന്നെ സൂചിപ്പിച്ചു. ഒരു പക്ഷേ ഈ തത്വചിന്ത കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളും തത്വചിന്ത ഉന്നയിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരു തരത്തിൽ കാലാതിവർത്തി അല്ലെങ്കിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന സാർവകാലികമായ ചോദ്യങ്ങളും പ്രശ്നങ്ങളുമാണ് തത്വചിന്തയുടെ മണ്ഡലത്തിലുള്ളത് എന്ന് പറയാറുണ്ട് സാധാരണ. അതായത് പെരിനിയലായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും പെരിനിയലായിട്ടുള്ള ചില പ്രോബ്ലംസുമാണ് ഫിലോസഫിയിലുള്ളത്. അത് എല്ലാ കാലത്തും ഉള്ള പ്രോബ്ലംസ്. അപ്പോൾ മാത്തമാറ്റിക്സിനെ പറ്റി പറയുമ്പോൾ മാത്തമാറ്റിക്സിൻ്റെ കണ്ടംപറേനിറ്റി എന്ന് ആരും പറയാറില്ല. മാത്തമാറ്റിക്സിന് അങ്ങനെ കണ്ടംപറേനിറ്റി എന്ന് പറയുന്നൊരു സമകാലികത എന്ന് പറയുന്നതൊന്നും മാത്തമാറ്റിക്സിന് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മാത്തമാറ്റിക്സിലുള്ള പ്രോബ്ലംസ് എല്ലാ കാലത്തുള്ള പ്രോബ്ലംസാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ കുറേ മാറ്റങ്ങളുണ്ടാവും. പക്ഷെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിന് ഒരു സാർവകാലികതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വർത്തമാനം എന്നൊന്ന് ഇല്ല എന്ന് പറയാം സാധാരണ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ ഫിലോസഫിയുടെ വർത്തമാനം എന്ന് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസിനും പെരിനിയൽ സ്വഭാവമുള്ള ചോദ്യങ്ങളാണ്.
അപ്പോൾ എന്താണ് ബീയിങ് എന്നുള്ള ചോദ്യം പണ്ട് പ്ലേറ്റോ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇപ്പോഴും പിന്നെ ആളുകൾ ചോദിക്കുന്നുണ്ടാവുക. തത്വചിന്തകർ, സോക്കോൾഡ് തത്വചിന്തകർ ഉന്നയിക്കുന്ന ചോദ്യം എന്താണ് റിയാലിറ്റി എന്നുള്ള ചോദ്യം പണ്ട് സോക്രട്ടീസ് ചോദിച്ച ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫേഴ്സ് പണ്ട് ചോദിച്ച ചോദ്യമായിരിക്കും. എന്താണ് സത്യം എന്നുള്ള ചോദ്യം, ട്രൂത്ത് എന്താണെന്നുള്ള ചോദ്യം പണ്ട് പിന്നെ സോക്രട്ടീസിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും. അത് തന്നെയായിരിക്കും ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒന്നുകിൽ തത്വചിന്തയ്ക്ക് വർത്തമാനം എന്ന് പറയുന്ന ഒന്ന് പ്രസക്തമല്ല എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ തത്വചിന്തയ്ക്ക് വർത്തമാനം മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യവും വർത്തമാനകാലത്തെ ചോദ്യങ്ങളാണ്. ബീയിങ്ങിൻ്റെ ക്വസ്റ്റ്യനെ നമുക്ക് ഇന്ന് ചോദിക്കാം, പക്ഷെ അത് ചോദിക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത്. ചോദ്യം ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ വാട്ട് ഈസ് നോളജ് എന്നുള്ളത് ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ പഴയൊരു ചോദ്യമാണ്. നോയിങ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേറ്റോയിൽ കാണാം, സോക്രട്ടീസിൽ കാണാം, അരിസ്റ്റോട്ടലിൽ കാണാം എന്താണ് നോളജ് എന്നുള്ള ചോദ്യം. പക്ഷേ ഇന്ന് നമ്മളത് ചോദിക്കുമ്പോൾ അതിൽ വെറും ഒരു പ്ലേറ്റോണിക് ചോദ്യമല്ല, അതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ഇപ്പം മെഷീൻ വന്നിട്ടുണ്ടാവും, ടെക്നോളജി, എബി സൂചിപ്പിച്ച പോലെ ടെക്നോളജി ഉണ്ട്. അപ്പോൾ മെഷീൻ ഒരു നോയിങ് എന്തെന്നുള്ള ചോദ്യം പഴയതാണ്, പക്ഷേ അതിനുള്ള റെസ്പോൺസസും ആ ചോദ്യം ഉന്നയിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. ഇത്ര മാത്രമേ ഫിലോസഫിയിൽ ഒരു കണ്ടംപറേനിറ്റി, വർത്തമാനം എന്ന് പറയുന്നതിന് പ്രസക്തിയുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. പൊതുവേ ഫിലോസഫി ഒന്നുകിൽ കാലിക പ്രസക്തമല്ല, ഞാൻ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഒരു തത്വചിന്തകൻ കാലിക പ്രസക്തയായിട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം ആ കാലിക പ്രസക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ കൊണ്ടല്ല, നിങ്ങളതിൻ്റെ റെസ്പോൺസസിൽ മാത്രമായിരിക്കും അത് കാലിക പ്രസക്തമാകുന്നത് എന്നാണ് എൻ്റെ ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു തത്വചിന്തയിലെ വിദ്യാർത്ഥിയോടോ അല്ലെങ്കിൽ തത്വചിന്ത ചെയ്യുന്ന ഒരാളോടോ കണ്ടംപററി ആയിട്ടുള്ള വിഷയത്തെപ്പറ്റി റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും റെസ്പോണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് എബി സൂചിപ്പിച്ച ടെക്നോളജി എന്ന് പറയുന്നത്, AI എന്ന് പറയുന്നത്, അതുപോലെ ഈ ന്യൂ മീഡിയ എന്ന് പറയുന്ന സംഗതി, പിന്നെ മൊബൈൽ ഫോൺ അടക്കം നിങ്ങൾ ഏത് ഇതെടുത്താലും അതിനെപ്പറ്റിയുള്ള റിഫ്ലക്ഷൻസിലൊക്കെ തത്വചിന്താപരമായ മാനങ്ങൾ ഉണ്ടാവും. അതൊക്കെ വലിയ ഇപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് പോലും ടെക്നോളജിക്കലായിട്ട് സമീപിക്കേണ്ട ഒരു ചോദ്യമല്ല എന്ന് ഹൈഡഗർ, എബി സൂചിപ്പിച്ച ഹൈഡഗർ തന്നെ പറയുന്നത് വാട്ട് ഈസ് ടെക്നോളജി, എസെൻസ് ഓഫ് ടെക്നോളജി ഈസ് നോട്ട് എ ടെക്നോളജിക്കൽ ക്വസ്റ്റ്യൻ എന്നാണ്. അതുപോലെ ഒരു ഓണ്ടോളജിക്കൽ അല്ലെങ്കിൽ ഫിലോസോഫിക്കലായിട്ടുള്ള ഡയമെൻഷൻസൊക്കെ ഉള്ള ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് ചോദ്യങ്ങളുടെ അർത്ഥത്തിലെടുക്കുക, ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ കൊണ്ടല്ല തത്വചിന്ത വർത്തമാനത്തെ സ്പർശിക്കുന്നത്, നേരെ മറിച്ച് അതിനോടുള്ള റെസ്പോൺസസിൻ്റെ പ്രതികരണങ്ങളുടെ തലത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ എന്താണ് ടെക്നോളജി എന്നുള്ള ചോദ്യം ഫിലോസോഫിക്കലായിട്ടുള്ള ചോദ്യമായിരിക്കില്ല ചിലപ്പം. കാരണം എന്താണ് ടെക്നോളജി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ, അതായത് നോയിങ് എന്താണ്, ബീയിങ് എന്താണ്, ടെക്നെ എന്ന് പറയുന്നത് എന്താണ്, ഇതൊക്കെ പല ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ ടൈറ്റിലിനെ തന്നെ ഒന്ന് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. ബാക്കി എബി പറഞ്ഞതിന് ശേഷം ഞാൻ കൂട്ടിച്ചേർക്കാം. മധു ടെക്നോളജിയുടെ തത്വചിന്തയുടെ ഒരു ഡയമെൻഷൻ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അത് അദ്ദേഹം ഈ ടെക്നോളജിയുടെ എസൻസ് എന്താണ്, ബീയിങ് എന്താണ് എന്നുള്ളത് ഫിലോസഫിയുടെ ഒരു വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് കണ്ടംപററി ഫിലോസഫി ഓഫ് സയൻസിലും ഈ ഫിനോമിനോളജിയിലുമൊക്കെ ആ ചോദ്യം വളരെ സജീവമാണ്. ഞാൻ അതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. അതിന് പകരം ടെക്നോളജി എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന ഒരു ഇഷ്യൂ ആണ് അത് അഡ്രസ്സ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ അല്പം മുമ്പ് പറഞ്ഞ മാതിരി ഡിജിറ്റൽ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണും മറ്റ് ടെക്നോളജിക്കൽ ഡിവൈസസും ഒക്കെ ഉൾച്ചേർന്ന ഒരു ലോകം. അപ്പം ഞാൻ അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫിനോമിനോളജിയുടെയും അസ്തിത്വവാദത്തിൻ്റെയും കാഴ്ചപ്പാടിലൂടെ അതിനെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കും, അതെങ്ങനെയാണ് വർത്തമാനമാകുന്നത്?
അസ്തിത്വവാദവും ഫിനോമിനോളജിയും ഒക്കെ ഒരു നൂറ്റാണ്ട്, കഴിഞ്ഞ നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിലാണ് ഇപ്പോൾ അത് അത് ഏറ്റവും ഉജ്ജ്വലമായി നിന്ന ഒരു കാലം. അപ്പോൾ ഇത് ഇന്നെങ്ങനെയാണത് പ്രസക്തമാകുന്നത് എന്ന്, പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഫിനോമിനോളജിയും എക്സിസ്റ്റൻഷ്യലിസവും ഒക്കെ ഹൈഡഗറുടെയോ ജീൻ പോൾ സാർത്തിൻ്റെയോ ആൽബർട്ട് കാമ്യുവിൻ്റെയോ അല്ലെങ്കിൽ നീച്ചയുടെയോ ഹുസേളിൻ്റെയോ ഒക്കെ എഴുത്തുകളും ജീവിതാന്ത്യം കൊണ്ടും അവസാനിക്കുന്ന ഒരു 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 പാരമ്പര്യമല്ല അത്. അത് ഇന്നും പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമ്മളെ കരുത്ത് പകരുന്നുണ്ട്. അത് കണ്ടംപററി ആയിട്ടുള്ള ഇതിൻ്റെ ഫോളോവേഴ്സ്, ഫിനോമിനോളജിയുടെയും എക്സിസ്റ്റൻഷ്യലിസ്റ്റിൻ്റെയും ഒക്കെ അനുയായികളിലൂടെ അത് നമ്മളുടെ കാലഘട്ടത്തെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ ഫിനോമിനോളജി എന്തുകൊണ്ട് പ്രസക്തമായിരിക്കുന്നതെന്ന് ഒരു ചെറിയ ഇതിലേക്ക് ഞാനൊന്ന് പോയാൽ, നമുക്കറിയാം ഫിനോമിനോളജി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഹുസേൾ, എഡ്മണ്ട് ഹുസേൾ, ജർമ്മൻ തത്വചിന്തകനായ ഹുസേളിൻ്റെയും ഹൈഡഗറുടെയും ഒക്കെ വരവോടുകൂടിയാണ്. അവരാണ് അതിൻ്റെ ആദ്യകാല ഉപജ്ഞാതാക്കൾ. അത് മുമ്പ് പറഞ്ഞ മാതിരി കാലഘട്ടത്തോടുള്ള ഒരു റെസ്പോൺസിൽ നിന്നാണ് അത് വരുന്നത്. എന്തായിരുന്നു 20-ാം നൂറ്റാണ്ട്? 20-ാം നൂറ്റാണ്ട് എന്നത് ശാസ്ത്രം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ വരികയും എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ശാസ്ത്രത്തിലൂടെയാണ് പരിശോധിക്കപ്പെടേണ്ടത്, ശാസ്ത്രത്തിൻ്റെ മാരകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത് എന്നുള്ള ഒരു ഒരു വാദം അന്ന് പ്രബലമായിരുന്നു. പക്ഷേ ഈ ശാസ്ത്രയുക്തിയിലൂടെ ലോകത്തെയും ജീവിതത്തെയും സമസ്ത മേഖലകളെയും വിലയിരുത്തുന്ന ഒരു സമീപനം കുറച്ച് പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കി എന്ന് വെച്ചാൽ, അത് ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറലും എത്തിക്കലും ഒക്കെ ആയിട്ടുള്ള ഡയമെൻഷൻസും ഉണ്ടല്ലോ, മനുഷ്യ ജീവിതത്തിനും മനുഷ്യ മനസ്സിനുമൊക്കെ ഉണ്ടല്ലോ. അതിൽ വലിയ വിള്ളൽ വീഴ്ത്തുകയുണ്ടായി. ഇപ്പോൾ അതിന് ഹുസേൾ അത് ദർ വാസ് എ സ്പിരിച്വൽ ക്രൈസിസ് ഇൻ 20th century ക്രിയേറ്റഡ് ബൈ നാച്ചുറൽ സയൻസസ് എന്നാണ് ഹുസേൾ അതിനോട് പറഞ്ഞത്. അപ്പോൾ അത് ഈ സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ ഒരു വലിയ ശോഷണം ജീവിക്കുന്ന മനുഷ്യർക്ക് ലോകത്തോടും അപരമനുഷ്യരോടുമൊക്കെയുള്ള ബന്ധത്തിൽ അത് വരുത്തി. ഞാനിപ്പോൾ ആത്മീയത, സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും, ഇതെന്തോ അതിഭൗതികമായ കാര്യം എന്തോ പറഞ്ഞു മതാത്മകമായ അല്ല. ഈ ഫിനോമിനോളജിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വൽ എന്നൊക്കെ പറഞ്ഞാൽ അത് തികച്ചും ലൗകികമായ ഒരു ആത്മീയതയാണ്. അത് ആ ആത്മീയ അനുഭവത്തിൻ്റെ സ്രോതസ് എന്ന് പറയാവുന്നത് മനുഷ്യർ ലോകത്തിലെ വസ്തുക്കളോട് അപരമനുഷ്യരോടും ഒക്കെ ഈ ശാസ്ത്രം പുലർത്തുന്ന വസ്തുനിഷ്ഠമായ സമീപനത്തിലൂടെ അല്ലാതെ വേറൊരു തരം ബന്ധം, അത് ഈ ഫിനോമിനോളജിക്കലായ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ അവയെ സമീപിക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന അനുഭവം ഒരു അനുഭൂതിദായകമായ മറ്റൊരു തരം ലോകത്തിൻ്റെ എക്സ്പീരിയൻസ്. അപരമനുഷ്യരെ ശാസ്ത്രത്തിൻ്റെ അളവുകോലുകളിലൂടെ അല്ലാതെ, വസ്തുനിഷ്ഠതയിലൂടെ അല്ലാതെ, അതിന് ഫിനോമിനോളജി ഇൻറ്റൻഷനാലിറ്റി എന്ന് പറയാറുണ്ട്, ഇൻറ്റൻഷനൽ എക്സ്പീരിയൻസ്. അത്തരം ഒരു എക്സ്പീരിയൻസിലൂടെ ലോകത്തെയും ചുറ്റുപാടുകളെയും ഒക്കെ അനുഭവിക്കുമ്പം ഉണ്ടാകുന്ന ഒരു ആത്മീയമായ എക്സ്പീരിയൻസ് ലോകത്തിൽ മനുഷ്യർക്ക് പരമപ്രധാനമാണ്. അതിൻ്റെ അഭാവം വലിയ ക്രൈസിസ് നമ്മുടെ ആധുനിക സംസ്കാരത്തിൽ വരുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഫിനോമിനോളജി പെട്ടെന്ന് ഒരു
ഒരു പ്രസക്തമായി തീരാനുള്ളൊരു കാരണം. ഈ ഹുസേൾ ഫിനോമിനോളജി ആൻഡ് ദ ക്രൈസിസ് ഓഫ് നാച്ചുറൽ സയൻസസ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അത് 20-ാം നൂറ്റാണ്ടിൽ അത് ശരിക്കും അക്നോളജ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ 21-ാം നൂറ്റാണ്ടിലൊക്കെ വരുമ്പോഴോ എന്താണ് ആ ഒരു ആത്മീയമായ അല്ലെങ്കിൽ മനസ്സിൻ്റെ അനുഭൂതികളുടെ ഒരു മണ്ഡലം, സൗന്ദര്യാത്മകതയുടെ ഒരു മണ്ഡലം ഒക്കെ 20th സെഞ്ച്വറിയിൽ ഇപ്പം നമ്മൾ 2026 എത്തി നിൽക്കുമ്പോൾ അതിനേക്കാളിൽ അത് ശോഷിക്കപ്പെട്ട ഒരു കാലം എന്ന് ഞാൻ പറയുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. എൻ്റേത് തന്നെയല്ല, പലരുടെയും കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതായത് കൂടുതൽ വസ്തുക്കളിൽ നിന്നും അപരമനുഷ്യരിൽ നിന്നും അകലുന്ന, അന്യവൽക്കരണം സംഭവിപ്പിക്കുന്ന ഉപാധികളുമായിട്ടാണ് നമ്മൾ കൂടുതൽ ബന്ധപ്പെടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ ഡിജിറ്റൽ മീഡിയയും ഈ സ്മാർട്ട് ഫോണും ഒക്കെ തന്നെ അതിനെ ആക്കം കൂട്ടുന്ന ഒരു അന്തരീക്ഷമാണ് സംജാതമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇപ്പം അത് 1-2 ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം മൊബൈൽ ഫോണുകൾ നമ്മളുടെ സന്തത സഹചാരിയായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം പോലെ എപ്പോഴും രാത്രിയിലും പകലും ഒക്കെ നമ്മളോടൊപ്പം അത് നിരന്തരം ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും. അലേർട്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ മെസ്സേജസ്, വീഡിയോ, ശബ്ദ ശകലങ്ങൾ നിരന്തരം പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സൃഷ്ടിക്കുന്ന ഡിസ്ട്രാക്ഷൻ, അത് നമ്മളിപ്പോൾ ഇത് പലരും നമുക്കറിയാം, ഇത് മാറ്റിവെച്ചാൽ പോലും അബോധപരമായി ഈ നമ്മളുടെ കരങ്ങൾ മൊബൈൽ ഫോണിലേക്ക് നീണ്ടു ചെല്ലും നമ്മളറിയാതെ. അതൊരു അങ്ങനെ ഒരു ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഴമുള്ള അനുഭവങ്ങളിലേക്ക് മുഴുകാൻ ഈ ഫിനോമിനോളജിയുടെയും അസ്തിത്വവാദത്തിൻ്റെയും ഒക്കെ ജീവിതത്തോടും ലോകത്തോടുമുള്ള ഒരു സമീപനം തന്നെ ഈ ഡീപ്പർ എക്സ്പീരിയൻസ്, അത് ഈ സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ആഴമുള്ള, ഗാഢമുള്ള, തീവ്രതയുള്ള അനുഭവങ്ങളിലേക്ക് മനുഷ്യർക്ക് പോകാനും അവയെ അനുഭവിക്കാനുമൊക്കെ അസാധ്യമാക്കുന്നു. നമ്മുടെ ശ്രദ്ധയെയും ലോകബോധത്തെയുമൊക്കെ നൂറായി നുറുക്കി ഛിന്നഭിന്നമാക്കപ്പെടുന്ന സെൽഫ് ചിതറപ്പെട്ട ഒരു സെൽഫ് പേറി നടക്കേണ്ടി വരുന്നു. അതിപ്പം അതൊന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇവിടെയൊക്കെ ഇതിലൂടെയൊക്കെ നമ്മൾ ലോകത്തോട് സമ്പർക്കം പുലർത്തുമ്പോൾ അതിലൂടെ വരുന്ന ആകർഷകമായ ചിത്രങ്ങൾ, പരസ്യങ്ങൾ, ജീവിതത്തെ നമ്മെ മോഹിപ്പിക്കുന്ന അനുഭവങ്ങൾ, സ്റ്റോറികൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ നിസ്സാരവും ട്രിഫിൾ തിങ്സ് ഇൻ ലൈഫ്. അപ്പോൾ ഈ ഡീപ്പർ എക്സ്പീരിയൻസ് എന്നുള്ള വേറൊരു ജീവിതത്തിൻ്റെ മണ്ഡലം വേറെ ഉണ്ട്. അത് ഫിനോമിനോളജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾക്ക് അതെന്താണെന്ന് ആരായാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു തലമുറ ഒരു പക്ഷേ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഡീപ്പർ എക്സ്പീരിയൻസ്, അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, ഇപ്പോൾ ഈ സൗന്ദര്യാത്മകമായ അനുഭവം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുകലാണ്, അതിനകത്ത് പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യലാണ്. ഈ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ അനുഭവിക്കുന്ന ടൈം കോൺഷ്യസ്നെസ്, ഇൻറ്റേർണൽ ടൈം കോൺഷ്യസ്നെസ്, അങ്ങനെയല്ലേ ഉസാൾ, ഇൻറ്റേർണൽ ടൈം കോൺഷ്യസ്നെസ്സിലൂടെയാണ്, അതായത് സമയത്തെ ഒരു തുടർച്ചയായി, ഒരു പ്രവാഹമായി നീണ്ടു നിൽക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ട് സമയത്തെ അനുഭവിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ പ്രണയം, സൗഹൃദം,
സൗന്ദര്യാത്മകമായ അനുഭവങ്ങൾ, സംഗീതം, ഇതിലൊക്കെ അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ വിസ്മയങ്ങളിലൊക്കെ ആഴത്തിൽ മുഴുകുകയും അത് വലിയ ആത്മീയതയുടെ സ്രോതസ്സാണ്. അതിലൊക്കെ മുഴുകാൻ മനുഷ്യർക്ക് കഴിയുമ്പോഴാണ് പലപ്പോഴും ജീവിത നിറവ്, ഫുൾഫിൽഡ് ആയി ജീവിച്ചു എന്ന് നമുക്കൊക്കെ പറയാൻ കഴിയുന്നത്. അപ്പം അതിലേക്ക് ഉള്ള ഒരു ഇടപെടലിനെ തകർക്കുകയാണ്, തടയുകയാണ് ഈ നിരന്തരമായി നമ്മുടെ ശ്രദ്ധയെ ചിതറിപ്പിക്കുന്ന ഈ പുതിയ ടെക്നോളജികൾ, സ്മാർട്ട് ഫോൺ, ഡിജിറ്റൽ മീഡിയ. അതായത് പബ്ലിക് ഒപ്പീനിയനിൽ പെട്ട് മുങ്ങിത്താണ് നമ്മളെ സ്വയം നഷ്ടപ്പെടുത്തുന്ന ഒരു തരം നിലതെറ്റുന്ന ഒരു തരം ഇതിലേക്ക് മനുഷ്യർക്ക് പോകേണ്ടി വരുന്നു. അതാണ് ഒരു വിഷയം. പിന്നെ മറ്റൊന്ന്, ഞാൻ മധു ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. വേറൊന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും ഈ മൊബൈൽ ഫോണിലുമൊക്കെ അപര വ്യക്തികളുമായും ലോകവുമായുമൊക്കെ ഏർപ്പെടുന്ന സമ്പർക്കങ്ങളെന്ന് പറയുന്നത് ശരീരനിരപേക്ഷമായ അബ്സ്ട്രാക്റ്റ് തലത്തിലുള്ളതാണ്. നമ്മൾ വ്യക്തികളെയും വസ്തുക്കളെയും അഭിമുഖീകരിക്കുന്നില്ല, മുഖാമുഖം കാണുന്നില്ല, അല്ലെങ്കിൽ അവയാൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നില്ല, അഫക്റ്റഡ് ആവുന്നില്ല, സ്വാധീനിക്കപ്പെടുന്നില്ല, സ്പർശിക്കപ്പെടുന്നില്ല. ഈ മാർഗേനയുള്ള സമ്പർക്കങ്ങൾ എപ്പോഴും ചിത്രങ്ങളിലൂടെയും ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയും അല്ലെങ്കിൽ അത്തരം അബ്സ്ട്രാക്റ്റ് ലെവലിൽ മാത്രം ഉള്ളതായതുകൊണ്ട് തന്നെ ഈ ശാരീരികവുമായിട്ടുള്ള നേരിട്ടുള്ള മുഖാമുഖത്തെ, അത്തരമൊരു ലോകത്തെ അസാധ്യമാക്കി മാറ്റുന്നുണ്ട് ഈ ഡിജിറ്റൽ മീഡിയ. ഇപ്പം ഫിനോമെനോളജിയുടെ കാഴ്ചപ്പാടിൽ നിന്നും പരിശോധിക്കും. ഇപ്പോൾ ഇമ്മാനുവൽ ലെവിനാസ്, ഒരു പോസ്റ്റ് ഫിനോമെനോളജിസ്റ്റ് എന്ന് പറയാവുന്ന ലെവിനാസിനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യരുടെ ഹയസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് അപര വ്യക്തികളെ ശാരീരികമായി മുഖാമുഖം എക്സ്പീരിയൻസ് ചെയ്യും. അതിൽ വെളിവാകുന്ന അപരത്വത്തിൻ്റെ അനുഭവം, അത് ഉത്തരവാദിത്വത്തിലേക്കും ധാർമ്മികതയിലേക്കും അപാരതയുടെ അനുഭവത്തിലേക്കും ഒക്കെ കൊണ്ടുപോകാനുള്ള പൊട്ടൻഷ്യലുള്ള ഈ നേരിട്ടുള്ള അനുഭവം അപരമനുഷ്യരെ ഒരു ആൾട്ടറിറ്റി, അപാരതയായി അഭിമുഖീകരിക്കുമ്പോൾ. അപ്പോൾ ഇത്തരം സ്പേസുകളൊക്കെ ചുരുങ്ങി കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ചുരുക്കുന്നു എന്നുള്ളതാണ് നമ്മളറിയാതെ ഇതിൻ്റെ അഡിക്ഷന് വിധേയമാകുമ്പോൾ. ആ ഒരു വിഷയമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മധുവിന് എബി പറഞ്ഞ പല കാര്യങ്ങളോടും ഭാഗികമായ യോജിപ്പുള്ള ഒരാളാണ് ഞാനെങ്കിൽ പോലും ആ ഒരു സമീപനത്തോട് വിയോജിപ്പുള്ള ഒരാളുമാണ്. അത് എബിക്ക് മുമ്പേ അറിയാവുന്നൊരു കാര്യമാണ്. എബി വർത്തമാനത്തെപ്പറ്റി സംസാരിച്ചത് ഭൂതകാലത്ത് നിന്നുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം ഒരു ഭൂതം, നല്ലൊരു ഭൂതകാലം ഉണ്ട് എന്നുള്ളൊരു സങ്കല്പം. നല്ല ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഏതോ ഇത്തരത്തിൽ ഇൻറ്റൻസായിട്ടുള്ള അനുഭവ തീവ്രതയുടെ ഒരു ഭൂതകാലമുണ്ട്. പുതിയ ടെക്നോളജി വന്നതോട് കൂടിയിട്ട് ആളുകൾ ഇതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നു എന്നുള്ള ഒരു ധാരണ ആ സമീപനത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് വർത്തമാനത്തെ ഭൂതത്തിൽ നിന്ന് നോക്കുന്ന ഒരു നോട്ടം എബിയിൽ ഉണ്ട്, എബിയുടെ ഈ ഒരു കാഴ്ചപ്പാടിലുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ വിയോജിക്കുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും കാരണം എന്ന് വെച്ചാൽ ഈ കണ്ടംപറേനിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു രേഖീയമായ കാലത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇങ്ങനെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന രീതിയിൽ അങ്ങനെ ഒരു ചരിത്രം ഒരു രേഖയായിട്ട് വരച്ചാൽ ഇപ്പോൾ നിൽക്കുന്ന ഈ മൊമെൻറ്റിനെയാണ് കണ്ടംപററി എന്ന് വിളിക്കുന്നത് എന്നൊരു കാഴ്ചപ്പാട് എത്രത്തോളം ശരിയാണ്. കണ്ടംപറേനിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എല്ലാ കാലത്തും എല്ലാ മനുഷ്യരിലും കണ്ടംപറേനിറ്റി ഉണ്ട്.
ഇപ്പോൾ പഴയ തലമുറയുടെ കണ്ടംപറേനിറ്റിയിലാണ് അവർ ജീവിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ തലമുറയുടെ കണ്ടംപറേനിറ്റിയിലാണ് അവർ ജീവിക്കുന്നത്. അത് നമ്മളോടൊപ്പം മാറുന്നൊരു കാലമാണ് കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലത്തെ ഇങ്ങനെ ഒരു രേഖയിൽ ഒരു രേഖീയമായിട്ട് വരച്ചിട്ട് അതിൽ ഈ പോയിന്റിൽ നിൽക്കുന്ന ആൾ കണ്ടംപററി, അതിന് തൊട്ട് മുമ്പുള്ള ആൾ ഭൂതകാലം എന്ന് കാണുന്നതിൽ എന്താണ് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഈ ക്രൈസിസ് എന്ന് പറയുന്നത് ശരിയാണ്, പിന്നെ ഫിനോമിനോളജിയിൽ ഉപയോഗിക്കുന്ന ഈ ക്രൈസിസ് എന്ന് പറയുന്ന സങ്കല്പം, ക്രൈസിസ് ഓഫ് യൂറോപ്യൻ സയൻസസ് എന്നാണ് ഹുസലിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ഹുസൽ ആ ക്രൈസിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ്. അത് ഹുസലിൽ മാത്രമല്ല, നമുക്കറിയാം ഈ ഒരു ക്രൈസിസിനോടുള്ള റെസ്പോൺസായിട്ടാണ് തത്വചിന്ത നിലനിൽക്കുന്നത്, ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് പൊതുവെ. ആ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ പ്രസൻറ്റിനെ പാസ്റ്റിൽ നിന്ന് നോക്കി കാണുന്ന ഒരു ക്രൈസിസ് അല്ല. അതാണ് എൻ്റെ അതിലുള്ളൊരു ടേക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രസൻറ്റിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ആ ക്രൈസിസ് സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പ് നിൽക്കുകയും ഇവിടെ ഒരു ക്രൈസിസ് ഉണ്ടെന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഞാൻ തന്നെ ഒരു ക്രൈസിസിൻ്റെ ഭാഗമാണ്. ഇതാണ് അതിനുള്ള ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പം ഇമ്മാനുവൽ കാണ്ട് വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു റേഡിയോ ഒരു ചെറിയൊരു ഒരു നോട്ടായിട്ട് എഴുതിയിട്ടുള്ളതാണ് വാട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അത്. ആ എൻലൈറ്റൻമെൻറ്റിൻ്റെ കാലത്താണ് കാണ്ട് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കാണ്ട് കൂടി പങ്കെടുത്തൊരു പ്രോജക്റ്റാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത്. പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കാണ്ട് കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാണ്ട് എൻലൈറ്റൻമെൻറ്റിനോടുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്നത്, അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് കാണ്ടിനോട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഞാൻ ആ ക്രൈസിസിൻ്റെ ഉള്ളിലാണ്, ഞാൻ ആ മൊമെൻറ്റിൽ തന്നെയാണ്, ആ ഒരു സിറ്റുവേഷൻ്റെ ഉള്ളിലാണ് ഞാൻ. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ പ്ലേറ്റോൻ്റെ ഫിലോസഫി എങ്ങനെയാണ് കാണുന്നത്? പ്ലേറ്റോൻ്റെ കണ്ടംപറേനിറ്റിയോടുള്ള റെസ്പോൺസാണ് പ്ലേറ്റോൻ്റെ ഫിലോസഫി. ഓരോ കാലത്തും ആ കാലത്തോടുള്ള ആ കണ്ടംപറേനിറ്റിയോടുള്ള അതിൻ്റെ ക്രൈസിസിനോടുള്ള. അപ്പോൾ ക്രൈസിസ് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഈ കാലം ക്രൈസിസിൻ്റെ ഒരു കാലമാണെന്ന് പറയുമ്പോൾ എല്ലാ കാലവും ക്രൈസിസിൻ്റെ കാലമാണെന്ന് ഞാൻ പറഞ്ഞത്. ഫിലോസഫി എന്ന് പറയുന്നത് തന്നെ ഒരു ക്രൈസിസിൻ്റെ സിറ്റുവേഷനിൽ ഉണ്ടാകുന്നൊരു സാധനമാണ്. ക്രൈസിസ് ഇല്ലെങ്കിൽ ഫിലോസഫി ഇല്ല, ഒരു ചിന്തയില്ല. ചിന്ത ഉണ്ടാവുന്നത് തന്നെ ക്രൈസിസിൽ നിന്നാണ്. ഇത് സാധാരണ പറയാറുണ്ട്, ക്രൈസിസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ക്രിട്ടിക് എന്നുള്ള വാക്കുണ്ടാവുന്നത്. CRI എന്നുള്ള റൂട്ടിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് പറയും. അതായത് ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ് ഉണ്ടാവണമെങ്കിൽ ക്രൈസിസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളാണ്. അപ്പോൾ അങ്ങനെ ക്രൈസിസിനെ കാണുമ്പോൾ നമ്മൾ ഒരു കാലത്തു നിന്ന് മറ്റൊരു കാലത്തേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒന്നായിട്ട് അതിനെ കാണുക എന്നുള്ളത് എത്രത്തോളം ഭദ്രമാണ് ആ ഒരു സമീപനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ അത് വേറൊരു വീക്ഷണമാണ്. ഞാനതിൽ പിന്നെ ഈ പറഞ്ഞ ഒരു ടെക്നോളജിയെ സംശയത്തോടെ കാണുക എന്നുള്ളൊരു കാര്യം എബിയുടെ ഈ ഒരു അപ്രോച്ചിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇതും എത്രത്തോളം ശരിയാണ്. ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈഡഗറൊക്കെ പറയുന്ന പോലെ ബീയിങ്ങിൻ്റെ ഒരു സ്വഭാവമാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ടെക്നോളജി നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏച്ചുകൂട്ടിയൊരു സാധനമൊന്നുമല്ല. ഈ കണ്ണട ടെക്നോളജിയാണ്, ഈ വാച്ച് ടെക്നോളജിയാണ്, ഈ മൈക്ക് ടെക്നോളജിയാണ്. ഒരുപക്ഷെ ഒരു പേസ് മേക്കർ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്നോളജി എൻ്റെ ഉള്ളിലായി, ശരീരത്തിൻ്റെ അകത്തായി. അപ്പോൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിന് പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ ബീയിങ്ങിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന എന്തോ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ളത്. ഈ ആർട്ടിഫിഷ്യൽ എന്നുള്ള വാക്ക് തന്നെ ഉപേക്ഷിക്കണമെന്ന് ആണ് ഞാൻ പല സ്ഥലങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണത്. എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഒറിജിനൽ ഇൻ്റലിജൻസിനെ റെഫർ ചെയ്തിട്ട് അത് നിൽക്കുന്നത്. അതിൽ സ്റ്റിഗ്മ എപ്പോഴും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ഒറിജിനൽ ഇൻ്റലിജൻസുമായിട്ട് അതിനെ താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അത് സ്റ്റിഗ്മ ഓഫ് ദ ഡെറിവേറ്റീവ് എന്ന് പറയും. ഒറിജിനൽ എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിൻ്റെ ഒരു ഫേക്കായിട്ടുള്ളൊരു സാധനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആർട്ടിഫിഷ്യൽ എന്നുള്ള വാക്ക് തന്നെ അത് നിർമ്മിത ബുദ്ധിയായാലും പിന്നെ കൃത്രിമ ബുദ്ധിയായാലും ആ രണ്ട് പ്രയോഗവും തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ യന്ത്രബുദ്ധി എന്നാണ് ഞാൻ ഉപയോഗിക്കാറ്. കാരണം അത് വേറൊരു സ്പീഷീസ് ഓഫ് തോട്ടാണ്. അതിനെ വേറെ രീതിയിൽ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ടെക്നോളജി ഇല്ലാതെ ഒരു ഹ്യൂമൻ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വിയോജിക്കുന്നുണ്ടാവും, പലരും വിയോജിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഹൈഡഗർക്ക് ശേഷം ഹൈഡഗറിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഫിനോമിനോളജിക്കൽ തിങ്കിങ്ങിലൊക്കെ പ്രധാനമായും വന്നിട്ടൊരു ആശയം ടെക്നോളജിക്കലി മീഡിയേറ്റഡ് ആണ് ഹ്യൂമൻ ബോഡി. അത് അംഗീകരിക്കുക എന്നുള്ളതാണ്.
മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി മീഡിയേറ്റഡ് ആയിട്ടുള്ളൊരു ശരീരമാണ്. ശുദ്ധമായ ഒരു ശരീരമൊന്നും മനുഷ്യർക്കില്ല. അത് എല്ലാ കാലത്തും ടെക്നോളജിയിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മാർക്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ആദ്യത്തെ ഹോമോസാപ്പിയനെ നിങ്ങൾ സങ്കല്പിക്കുക. ആദ്യത്തെ ഹോമോസാപ്പിയനെ സങ്കല്പിക്കുമ്പോൾ ആ പരിണാമത്തിൻ്റെ ദിശയിൽ മനുഷ്യരിങ്ങനെ ഒരു ജീവി ഇങ്ങനെ മുട്ടുകുത്തി നടക്കുന്ന ജീവി, നിവർന്ന് നേരെ നടക്കുന്നൊരു ജീവി, ഇതിനെയാണ് നമ്മൾ ഹോമോസാപ്പിയനായിട്ട് അടയാളപ്പെടുത്തുക. മാർക്സ് പറയുന്നൊരു കാര്യം, ആ ജീവിയിൽ എവിടെ വെച്ചാണോ നിങ്ങൾ ഹോമോസാപ്പിയൻ്റെ ജീവിതം തുടങ്ങുന്നത്, ആ പോയിന്റിലുള്ള ഹോമോസാപ്പിയൻ്റെ കയ്യിൽ ഒരു വടിയെങ്കിലും മിനിമം ഉണ്ടാവുന്നതാണ്. ഒരു സ്റ്റിക്കുള്ള കയ്യിലുണ്ടാവും. ഈ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എന്താണ്, ആ സ്റ്റിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ തേച്ച് മിനുക്കിയ സ്റ്റിക്കാണ്, കൂർപ്പിച്ചിട്ടുണ്ട്. കൂർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. അപ്പോൾ ഈ ടൂൾ മേക്കിംഗ് എന്ന് പറയുന്നത്, ടെക്നോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ്റെ ബോഡിയിൽ തന്നെ. മറ്റൊരു കാര്യം ഞാൻ പറയാറുണ്ട്, എംഗൽസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഈ കൈകൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഉപകരണം മാത്രമല്ല, അതിൻ്റെ ഉൽപ്പന്നം കൂടിയാണെന്നാണ്. എന്നാൽ കയ്യിന് ഈ ഷേപ്പ് വന്നത് നിങ്ങൾ ഉപകരണം ഉപയോഗിച്ചാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഉപകരണം ഉപയോഗിക്കുന്നതോടെയാണ് നിങ്ങളുടെ ഫിസിക്കലായിട്ട് ഈ കയ്യിന് ഈ ഷേപ്പ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ബോഡി തന്നെ ഒരു ടെക്നോളജിക്കൽ ആർട്ടിഫാക്റ്റാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് തന്നെ ടെക്നോളജിക്കലി മീഡിയേറ്റഡ്. അപ്പം ടെക്നോളജിയെ എങ്ങനെ ഹ്യൂമൻ ഇതിൻ്റെ അപ്പുറത്ത് നിർത്തുന്ന ഒരു സമീപനം എബിയുടെ ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഈ 3 കാര്യങ്ങളോടുള്ള വിയോജിപ്പാണ് എനിക്ക് എബിയോട് പ്രധാനമായിട്ടുള്ളത്. ഡോക്ടർ മധുവിൻ്റെ വിമർശനം തികച്ചും അർത്ഥവത്തായ ഒരു വിമർശനം തന്നെയാണ്. അപ്പോൾ ഈ ഫിനോമിനോളജിയും അസ്തിത്വവാദവുമൊക്കെ ഈ ടെക്നോളജിയെ കളയണം, ടെക്നോളജിക്ക് അപ്പുറത്തുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഭൂതകാലത്തിലേക്കുള്ള ഒരു പലായനം ആണ് എന്നൊക്കെയുള്ള ഒരു സംശയം ശ്രീ മധു ഉയർത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ ടെക്നോളജിയുടെ ഒരു ക്രിട്ടിക് എന്നതുകൊണ്ട് ടെക്നോളജിയെ അബാൻഡൻ ചെയ്യുക, കൈയൊഴിയുക എന്നതിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനം അല്ല ഈ ഫിനോമിനോളജിസ്റ്റുകളോ, അല്ലെങ്കിൽ എനിക്കും അങ്ങനെ ഒരു പക്ഷമില്ല. ഈ ടെക്നോളജി അങ്ങനെ കൈയൊഴിയേണ്ടി ഒരു വസ്തുവല്ല. അത് ഇറ്റ് ഡസ് വണ്ടർഫുൾ തിങ്സ് ഇൻ അവർ ലൈഫ്. It helps us to move around the entire planet. It helps us to communicate with the whole world, others, and it makes our life very easier compared to earlier phases of human civilization. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ അതിനപ്പുറത്തുള്ള ഒരു ജീവിതം മനുഷ്യർക്ക് ടെക്നോളജിക്ക് നിർവഹിക്കാൻ കഴിയാത്ത ഒരു നിറവിൻ്റെ, ജീവിതത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു തലം, അത് അങ്ങനെ ഒന്നിലേക്ക് ഈ വിദഗ്ധമായി ടെക്നോളജി ഉപയോഗിച്ചാൽ പറ്റും. ഇപ്പോൾ കാറ്, വാഹനം, മൊബൈൽ ഫോണ് ഒക്കെ ഈ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്ക് അത് വേണമെങ്കിൽ ജീവിത നിറവിൻ്റെ ഓതൻറ്റിക്കായിട്ടുള്ള ജീവിതത്തിൻ്റെ പോസിബിലിറ്റീസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. കാറ് കൊണ്ട് നമുക്ക് സാംസ്കാരിക പരിപാടികളും സംഗീത കച്ചേരികളും ഒക്കെ കേൾക്കുന്നതിനും ഒക്കെ വേണ്ടി നമുക്ക് പോകാം. പക്ഷെ അവിടെയൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ടെക്നോളജി ഒരു മീൻസ് മാത്രമാണ്, ഒരു മാർഗമാണ്, ഉപകരണമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സമകാലിക ലോകത്ത് പലരും ടെക്നോളജിയെ അതിൽ തന്നെ ഒരു എൻഡ്, ഒരു പരമമായ ലക്ഷ്യമായി കാണുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ അത് കാണുന്നേണ്ടി വരുന്നത്, ഇപ്പം ഈ കാറ്, ടെക്നോളജിയൊക്കെ പലർക്കും സല്ലപിക്കാനും, സംവാദത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല, അത് സല്ലപിക്കാനും, അല്ലെങ്കിൽ ഈ എല്ലായിടത്തും കയറി ഇടപെടുക, ക്യൂരിയോസിറ്റി ശമിപ്പിക്കാൻ,
ഇന്ന് വെച്ച് നീട്ടുന്ന നമ്മുടെ മുമ്പാകെ മാർക്കറ്റും അഡ്വർടൈസ്മെൻറ്റും ഈ ഒക്കെ വെച്ച് നീട്ടുന്ന ഒത്തിരി മോഹിപ്പിക്കുന്ന അനേകം ഘടകങ്ങളുണ്ട്. ഈ മനുഷ്യർ ഈ ടെക്നോളജി ഇന്ന് ഉപയോഗിക്കുന്നത് അവിടെയും ഇവിടെയും ഒക്കെ ഇതെല്ലാം പോയി അന്വേഷിക്കുക, അതിൽ അല്പമാത്രം അവിടെ ഇത്തിരി സമയം, ഇവിടെ ഇത്തിരി സമയം, ഇവിടെ കുറച്ച് സമയം, എല്ലാത്തിനാലും മോഹിക്കപ്പെടുകയും നിസാരതകളിൽ അഭിരമിക്കുകയും അങ്ങനെ സല്ലാപത്തിൻ്റെ ഒരു ഫ്ലോട്ടിങ് അതിൽ ഒഴുകി നശിക്കുകയും ആ രീതിയിലാണ് ടെക്നോളജി ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ടെക്നോളജിക്ക് അങ്ങനെ ഒരു 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 മോഹിപ്പിക്കുന്ന തലം ഉണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാനിത്രയേ ഉള്ളൂ, ഈ ടെക്നോളജിയെ കൈയൊഴിയണം എന്ന് പറയുന്നതിന് പകരം അതിനെ ഒരു ടൂളായി കാണുക, ഒരു ഉപകരണമായി കാണുക, അതിലും ഉയർന്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള മാർഗമായി ഇത് ഉപയോഗിക്കപ്പെടണം എങ്കിൽ ടെക്നോളജി വണ്ടർഫുള്ളാണ്, അത് യാതൊരു സംശയവുമില്ല. പക്ഷേ പലപ്പോഴും ഈ ടെക്നോളജി, ഹൈഡഗർ പറയുന്ന ഒരു കാര്യമുണ്ട്, ടെക്നോളജിയുടെ പ്രശ്നം ടെക്നോളജി അല്ല പ്രശ്നം, ടെക്നോളജി വേണ്ടാന്ന് പറയുന്നില്ല, പക്ഷേ ടെക്നോളജി മറച്ചു പിടിക്കുന്നു. എൻഫ്രെയിമിങ് ദി അതർ പോസിബിലിറ്റീസ് ഇൻ ലൈഫ്, എൻഫ്രെയിമിങ് അതർ മീൻസ് ഓഫ് ഡിസ്ക്ലോസിങ് ദ ട്രൂത്ത് ഓഫ് ബീയിങ്. അതിലും വലിയ ഈ ഉണ്മയുടെ വിടരൽ അല്ലെങ്കിൽ പ്രകാശിതമാകുന്ന തലങ്ങളിലേക്ക് മനുഷ്യർക്ക് കടക്കാൻ അത് വിലങ്ങുതടിയായോ അല്ലെങ്കിൽ അസാധ്യതയോ ആയിട്ടോ, എന്ന് പറഞ്ഞാൽ അത് സ്വയം പ്രചരിപ്പിക്കുന്നത് ദിസ് ഈസ് ദ ഹോൾ, ദിസ് ഈസ് ദ അൾട്ടിമേറ്റ്, അതിന് അവിടെയാണ് പ്രശ്നം. അപ്പോൾ അവിടെയാണ് ഈ നമ്മുടെ ഇത്തരം തത്വചിന്തകളൊക്കെ ഒരു ഡയറക്ഷൻ, ജീവിതത്തിനൊരു ലക്ഷ്യം കാണിക്കുക എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്രിട്ടിക്ക് ആയിട്ട് മാത്രം കണ്ടാൽ മതി ടെക്നോളജിയുടെ ക്രിട്ടിക്കിനെ. അല്ലാതെ ടെക്നോളജിയുടെ ഒഴിവാക്കിയിട്ടൊരു പൂർവിക കാലഘട്ടത്തിലേക്ക് പോകണം എന്നൊന്നുമല്ല പറഞ്ഞത്. ഇനി മറ്റൊന്ന് ഡോക്ടർ മധു പരാമർശിച്ചത്, ടെക്നോളജി പുതിയതല്ല, എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദിമകാലത്ത് മുതൽ മനുഷ്യർ വെട്ടുകത്തി ഉപയോഗിക്കുന്നു, കുന്തം ഉപയോഗിച്ച് വേട്ടയാടുന്നു, അതെല്ലാം അതെ തീർച്ചയായിട്ടും. നമ്മൾ കണ്ണട ഉപയോഗിക്കുന്നു, ടെക്നോളജി, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ടെക്നോളജിയെ ഡോക്ടർ മധു പറഞ്ഞതുപോലെ ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും രണ്ടായിട്ട് കാണാൻ പറ്റില്ല. എല്ലാ കാലത്തും മനുഷ്യൻ ഇതുമായി ഒരു ലയത്തിലാണ് ജീവിച്ചത്. അത് വേറൊന്നല്ല, ശരീരം തന്നെയാണ് എന്നുള്ള അത് ആ നിലപാട് നല്ലത് തന്നെ, അതിനോട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഇന്നത്തെ ഒരു വാദം, അതിന് ഉപരി പുതിയ ടെക്നോളജികൾ, ഇപ്പോൾ നിർമ്മിത ബുദ്ധിയും മനുഷ്യബുദ്ധിയും ഒക്കെ കൂടിക്കലർന്ന് ശരീരത്തിലേക്ക് ഘടിപ്പിക്കപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ജൈവ ശരീരവുമായി നിർമ്മിത ബുദ്ധി കലർത്തപ്പെട്ട് ഒരു അതീത മാനവൻ, സൈബോർഗ് എന്നൊക്കെ വിളിക്കുന്നു. ഒത്തിരി അതിൻ്റെ വാക്താക്കൾ ഒത്തിരിയുണ്ട് നമ്മുടെ സമകാലിക ചിന്തയിൽ. സൈബോർഗ് എന്ന ആശയം അത് ഐഡിയലായിട്ടൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒത്തിരി ചിന്താധാരകളുണ്ട് ആധുനിക കാലത്ത്. അപ്പോൾ അത്തരമൊരു ഇതിൻ്റെ വിമർശനം തീർച്ചയായിട്ടും ഈ ഫിനോമെനോളജിയുടെയും എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെയും ഒക്കെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു പക്ഷത്താണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇതൊന്നും പുതിയതല്ല. ഈ ടെക്നോളജി, നമ്മൾ കണ്ണട ധരിക്കുന്നുണ്ട്, എല്ലാ കാലത്തും ക്രിക്കറ്റ് ബാറ്റ്, വെട്ടുകത്തി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും നമ്മുടെ ശരീരത്തോട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് ടൂള് മാത്രമായിട്ടാണ്. ആരൊക്കെ എന്തൊക്കെ വാദിച്ചാലും അതൊരു ടൂള്. അത് ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്ന സമയത്തും ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരം, മനുഷ്യ ശരീരം എന്നത് രക്തമാംസങ്ങളാലും DNA ആലും തീർക്കപ്പെട്ട ജൈവികമായ ജന്തു ശരീരമാണ്, മൃഗത്തിൻ്റെ ശരീരമാണ്. മൃഗചോദനകളാണ് പരമമായി ആത്യന്തികമായി മനുഷ്യരെ ചലിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇച്ഛ
എന്ന് പറയാം. നമ്മുടെ സൈക്കോ അനാലിസിസൊക്കെ ഡിസയർ അൺകോൺഷ്യസ് എന്നൊക്കെ പറയും. ഇത് ഈ ടെക്നോളജിയുടെ ഈ ലോഹ ചട്ടക്കൂട് ശരീരം എന്തൊക്കെ പറഞ്ഞാലും അത് ഒരിക്കലും ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടാതെ വിഘടിച്ച് തന്നെ നിൽക്കുന്ന ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ രാത്രി എത്തുമ്പോൾ അഴിച്ചു മാറ്റി കണ്ണട അഴിച്ചു മാറ്റി മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞ് നമ്മൾ ആദിമ മനുഷ്യനിലേക്ക് ഉറങ്ങാൻ പോകുമ്പം ശുദ്ധമായ ജന്തുവിലേക്ക് സെക്സ് ചെയ്യുമ്പോൾ ചോദനയിലേക്ക് ജന്തുവിലേക്ക് മടങ്ങി കഴിയുന്ന അതെന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി എന്നത് പിന്നെ ഒരിക്കലും ഈ പറയുന്ന പലരും ക്ലെയിം ചെയ്യുന്ന മാതിരി ഒരു സൈബോർഗ് യുഗത്തിലേക്കുള്ള ഒരു വാതായനം തുറക്കുകയല്ല. അത് ഒരു ടൂളായി തന്നെ നിലനിൽക്കാനേ അതിന് കഴിയൂ. അങ്ങനെ നിലനിൽക്കണം. അല്ലെങ്കിൽ അപകടകരമാണെന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളിലെ ജന്തു എന്നുള്ള നിലയിലാണ്, മൃഗം എന്നുള്ള നിലയിലാണ് മൃഗകാമനയുടെ പ്രവർത്തനം നമ്മൾ നിലയ്ക്കാൻ പറ്റാതെ അതിൻ്റെ ഒരു വീണ്ടെടുപ്പിനെയാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പോസ്റ്റ് ഹ്യൂമൻ എന്നത് ഈ ജന്തുത്വത്തെയും ഈ കാമനകളെയും ഒക്കെ തള്ളിക്കളഞ്ഞ് അബ്സ്ട്രാക്റ്റ് ആയ ടെക്നോളജിയിലൂടെ ഉയർന്ന അവസ്ഥയിലേക്കൊക്കെ എത്താമെന്ന് വിശ്വസിക്കുന്ന ഒരു ചിന്താ പദ്ധതിയുടെ ഭാഗമാണ് ഈ ഒരുതരം പോസ്റ്റ് ഹ്യൂമനിസം. പക്ഷേ ഞാൻ വാദിക്കുക ഈ പോസ്റ്റ് ഹ്യൂമനിസം എന്നത് ഈ മനുഷ്യനായി മാറി പ്രകൃതിയിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിലുമൊക്കെ അന്യവൽക്കരിക്കപ്പെട്ട സബ്ജക്റ്റായി മാറിയ മനുഷ്യനെ വീണ്ടും മൃഗകാമനയിലേക്കും ഒക്കെ ടെക്നോളജിയൊക്കെ വേണ്ടെന്നല്ല പറയുന്നത്. ടെക്നോളജിക്ക് അത്രമാത്രമേ സാങ്കത്യമുള്ളൂ. എല്ലാ കാലത്തും ഫ്യൂച്ചറിലും അങ്ങനെ ആകാൻ കഴിയൂ, അത്രേ പാടുള്ളൂ എന്നുള്ള നിലപാടാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സമയമായി തോന്നുന്നു. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. അല്ല, ഞാനും എബിയും തമ്മിലുള്ള വിയോജിപ്പ് തീരാൻ പോകുന്നൊരു വിയോജിപ്പല്ല. അതുകൊണ്ട് അത് തുടരേണ്ട ചർച്ചകളാണ്. അത് കാരണം 2 പൊസിഷനാണിത്. ഞാൻ അതിനെ വിയോജിച്ചത് വേറൊരു തലത്തിലാണ്. അതായത് ഇപ്പം എബി പറഞ്ഞ ടെക്നോളജിയുടെ യൂസിനെ സംബന്ധിക്കുന്നതാണ്. യൂസിങ് ടെക്നോളജി, ഞാൻ ബീയിങ് ഓഫ് ടെക്നോളജി എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നത്. ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. അതൊരു നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ടെക്നോളജി നന്നായിട്ട് ഉപയോഗിച്ചൂടെ, അത് ഇത്തിരി കൂടി അർത്ഥവത്തായിട്ട് ഉപയോഗിക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ ടെക്നോളജി ആക്കുന്നത് എന്ത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനോട് ഉള്ള ഈ ഫിനോമിനോളജിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ എബി പറയുന്ന രീതിയിലുള്ള ഫിനോമിനോളജിയുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അതിലൊരു നൊസ്റ്റാൾജിയ അടങ്ങിയിട്ടുണ്ട്. ഒരു ഫിലോസോഫിക്കൽ നൊസ്റ്റാൾജിയ അതിലുണ്ട്. അതിനോടാണ് എൻ്റെ വിയോജിപ്പുള്ളത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ആ നൊസ്റ്റാൾജിയക്ക് എന്താ കുഴപ്പം ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, എനിക്കതിൽ വിയോജിപ്പൊന്നുമില്ല. അത് വേറൊരു പൊസിഷനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചർച്ച തുടരേണ്ട ഒരു ചർച്ചയായിരിക്കും ചിലപ്പോൾ. നൊസ്റ്റാൾജിയ നല്ലതാണ്, ഒരു കണക്കിന് നൊസ്റ്റാൾജിയ നല്ലതാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ എബിയുടെ ഒരു പോയിന്റ് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ജന്തുവാണ്, മൃഗശരീരമാണ്, അത് ശരിയാണ്. അത് ഞാൻ യോജിക്കും. അതുകൊണ്ട് അവസാനം നമ്മൾ കണ്ണട മാറ്റി വയ്ക്കും കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ വാച്ച് അഴിച്ചു വയ്ക്കും. ഉറങ്ങുമ്പോൾ നിങ്ങൾ മൃഗ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അത് നല്ലൊരു ഒബ്സർവേഷനാണ്. പക്ഷേ അങ്ങനെ ഊരി മാറ്റാവുന്ന ഒന്നല്ല ടെക്നോളജി എന്നുള്ള സ്ഥിതിയിലേക്ക് മാറുമ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു പേസ് മേക്കർ വെച്ചാൽ എനിക്കത് ഊരി വയ്ക്കാൻ പറ്റില്ല. ഒരു പേസ് മേക്കറിൻ്റെ ഉള്ളെന്ന് എനിക്ക് ഊരി വയ്ക്കാൻ പറ്റില്ല. കണ്ണട ഊരി വയ്ക്കാൻ പറ്റുമായിരിക്കും. അതിൻ്റെ മാറ്റി വയ്ക്കപ്പെട്ട ഒരു അവയവം എന്ന് പറയുന്നത് എനിക്ക് ഊരി വെച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാനത് ഹ്യൂമൻ്റെ അവസ്ഥ തന്നെ ടെക്നോളജിയായി മാറുന്നതാണ് സൈബോർഗിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അത് നല്ലതോ ചീത്ത എന്നുള്ളത് വേറെ കാര്യം. അത് എന്തിനാപ്പം അങ്ങനെ അവയവ മാറ്റ ശസ്ത്രക്രിയ വേണ്ടാന്ന് വെക്കാം, വേണമെങ്കിൽ പേസ് മേക്കർ വേണ്ടാന്ന് വെക്കാം, നിങ്ങൾക്ക് ഹാർട്ട് മാറ്റി വെക്കേണ്ട, എന്തിനാ ടെക്നോളജിയോടുള്ള വിയോജിപ്പെട്ട് വരും, അത് വേറൊരു കാര്യം. ഞാൻ പറയുന്നത് ടെക്നോളജിയെ നമ്മൾ കാണുന്നത് തന്നെ ഒരു ഹ്യൂമൻ്റെ അപ്പുറത്ത് എന്നുള്ളത്, അത് ആ ഒരു ഇതുണ്ട്. എന്തൊക്കെ വന്നാലും ഒരു ടൂളാണ് എന്ന് പറയുന്നത്
എത്രത്തോളം ശരിയാണ്? ഇപ്പം ഫിനോമിനോളജി, ഇപ്പോൾ ഹൈഡ്ഗർ തന്നെ ടെക്നോളജി ടൂളായിട്ടല്ല കാണുക, ഒരു ടൂളല്ല എന്നാണ് എൻ്റെ ഒരു പോയിന്റ്. അതൊരു വെറും ടൂളല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല അത്. അത് ബീയിങ്ങിൻ്റെ ഒരു ഇതാണ്, അത് റിവീലിംഗ് ആണ് ടെക്നോളജിയുടെ ഏത് ഇതായാലും. ഹ്യൂമൻ ഇങ്ങനെയാണ്, മനുഷ്യരിങ്ങനെയാണ്. അത് നമ്മൾ അംഗീകരിക്കാതെ മനുഷ്യനൊരു ശുദ്ധമായ ഒരു സ്ഥലം അടയാളപ്പെടുത്തുകയും അതിനോടൊരു നൊസ്റ്റാൾജിയ പുലർത്തുകയും ചെയ്യുന്ന ഒരു രീതിയോടാണ് എൻ്റെ ഒരു വിയോജിപ്പുള്ളത്. എന്നാലും ഇനി അയാൾ എനിക്കൊരു നോട്ട് തന്നു, സമയമായി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ തമ്മിലുള്ള വിയോജിപ്പുകൾ തുടങ്ങിയിട്ട് കുറേ കാലമായി, അത് തുടരുകയും ചെയ്യും. അതുകൊണ്ട് ചർച്ചയിൽ അവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല. എന്തായാലും അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ ബി? താങ്ക് യു.